ഹായ്, ഞാൻ നിങ്ങളുടെ സിജോയാണ്. അനന്തമോൻ കഴിഞ്ഞ ദിവസം വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ മിസ്റ്റേക്ക്. മോനേന്നോ സിജോയ്ക്ക് എന്നെ കണ്ടിട്ട് പ്രായം തോന്നിക്കുന്നില്ല. പ്രായമല്ലായിരുന്നു അടുത്ത വിഷയം. ഞാൻ മോനെന്ന് വിളിച്ചു പോയി. പക്ഷേ ആ വിളി എന്തായാലും തിരുത്തണം. തിരുത്തില്ലെങ്കിൽ അനന്തമോനത് വിഷയമാകുമല്ലോ. അതുകൊണ്ട് ഞാൻ മോളെ എന്ന് വിളിക്കാം. ഓക്കെ, കാരണം മോളെ എന്ന് വിളിക്കേണ്ട പരിപാടികളാണ് കുട്ടൻ കുറച്ച് നാൾ മുന്നേയൊക്കെ കാണിച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്തായാലും ഇനി അതിനകത്തൊരു ഡിസ്കഷൻ വേണ്ട. മോളെ, അനന്ത് മോളെ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ചെയ്യാം. ഈ വീഡിയോ എന്ന് പറയുന്നത് ഇത് 2 ഭാഗമായിട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് 2 വീഡിയോ എന്നല്ല, ഈ ഒരു വീഡിയോക്കകത്ത് 2 സെക്ഷനായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന് എൻ്റെ പേഴ്സണലാണ്. എനിക്ക് അനന്ത് മോളോട് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ നേരത്തെയും സംസാരിക്കണം തോന്നിയിട്ടുണ്ട്. അത് പേഴ്സണലാണ്, സ്ട്രിക്ട്ലി എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യം. അത് താല്പര്യമുള്ള ആൾക്കാർ കണ്ടാൽ ഓക്കെ, അത്രേ ഉള്ളൂ. പക്ഷെ അനന്തമോളോട് മാത്രമായിട്ടായിരിക്കും എനിക്ക് ആ കാര്യങ്ങളൊന്നും അനന്തമോളോട് പറയാനുള്ള കാര്യം. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് അനന്തമോള് കഴിഞ്ഞ ദിവസം എന്നെ വിമർശിച്ച ഉപ്പും മുളക് ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അത് ഹെൽത്തി ആയിട്ട് ഞാൻ എടുക്കുള്ളൂ. കാരണം അതെനിക്ക് പേഴ്സണലായിട്ട് എടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ എടുക്കുന്ന ആളുമല്ല ഞാൻ. എന്നെ ഇപ്പോൾ ആരെങ്കിലും വിമർശിച്ചാൽ നേരെ പോയിട്ട് ഓടി തിരിച്ചെന്തെങ്കിലും വിളിച്ച് പറയുക എന്നുള്ളത് എൻ്റെ ഒരു രീതിയല്ല. പക്ഷേ പേഴ്സണൽ കുറച്ച് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ അനന്തമോളോട് ഏറ്റവും ആദ്യം ആ കാര്യം സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഒരു വിഷയത്തിൽ ഏറ്റവും ആദ്യം ക്ലാരിറ്റി വരുത്താം. അനന്തമോള് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാനൊന്ന് പ്ലേ ചെയ്യാം. ഈ പറയുന്ന ഉപ്പും മുളകിലെ ഫാമിലിയിലെ ചേച്ചി കുറെ യൂട്യൂബേഴ്സിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മൂപ്പൻ ശ്ലോകനെ വിളിച്ചിട്ടുണ്ട്, പുള്ളി വീഡിയോ ഇട്ടിട്ടുണ്ട്. ഡാനി സത്യനെ വിളിച്ചിട്ടുണ്ട്, അവനും വീഡിയോ ഇട്ടിട്ടുണ്ട്. സായി കൃഷ്ണയും വിളിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതിനോടൊപ്പം ഈ പറയുന്ന സിജോയും വിളിച്ചിട്ടുണ്ട്. അല്ലാതെ സിജോ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങ് പറഞ്ഞൊക്കെ വെക്കുമ്പം കുറച്ച് എന്താണൊരു മുക്കലൊക്കെ മോളെ. മോൾക്ക് എന്തായാലും അതിനുള്ള ക്ലാരിറ്റി ഏറ്റവും ആദ്യം പറയാം. എന്നെ ചേട്ടൻ എന്നല്ല വിളിച്ച്, അപ്പൊ ചേട്ടൻ ആ ക്ലാരിറ്റി ആദ്യം പറഞ്ഞുതരാം. ഇപ്പൊ ഉപ്പുമുളക് ഫാമിലിയിലെ നമ്മുടെ ഷെബിന്റെ അവനെ അങ്ങോട്ട് ഞാൻ വിളിച്ചതിന്റെ സ്ക്രീൻഷോട്ടാണ്. അവിടുത്തെ മരുമകനാണ് അവിടെ, മൂത്താള്. ഞാൻ ചൊവ്വാഴ്ച ഫെബ്രുവരി 4-ാം തീയതി വൈകിട്ട് ഒരു 6 മണിക്ക് അങ്ങോട്ട് വിളിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ തിരക്കുന്നത്. വേണമെങ്കിൽ ആ പയ്യനെ വിളിച്ച് ചോദിക്കാം. അവൻ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നില്ല, ഞാൻ അങ്ങോട്ട് വിളിച്ച കാര്യങ്ങൾ മോനെ എന്താണ് സംഭവം ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിക്കുമായിരുന്നു. അപ്പോൾ അതിനകത്ത് മുക്കിയ മോൾക്ക് ഒരു ചെറിയ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും. സിജോ അങ്ങോട്ട് വിളിച്ചതാണോ അവർ ഇങ്ങോട്ട് വിളിച്ചതാണോ എന്നുള്ളത്. അപ്പൊ എന്തായാലും ഉപ്പുമുളക് ഫാമിലിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അത് 2ാമത്തെ ഭാഗത്തിൽ എനിക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അതവിടെ നിൽക്കട്ടെ. ഇനി ബിഗ് ബോസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറെ പഴയ വിഷയമാണ്. എന്നാലും അനന്തമോള് അന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ബിഗ് ബോസിൽ വെച്ചിട്ട് ഇപ്പൊ എന്റെ ഗെയിം എന്റെ 25 പേരുണ്ട് അതിനകത്ത്. ആ 25 പേരെ വിമർശിച്ചുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും ഒരുപാട് ആൾക്കാർ വീഡിയോസ് ചെയ്യും. ഗെയിമിനകത്ത് 100 ഡേയ്സിന്റെ വീഡിയോ. എനിക്കതിനകത്ത് ഒരു പ്രശ്നവുമില്ല. കാരണം കളിയാക്കാം, നമ്മളെ വിമർശിക്കാം, ട്രോൾ ചെയ്യും, ഇതൊക്കെ അതിന്റെ ഭാഗമാണ്. അതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെൽത്തി ആയിട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അതൊന്നും ഞാൻ നോക്കിയിട്ട് പോലും ഇല്ല. ആരൊക്കെ എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത് ഞാൻ ചെക്ക് ചെയ്തിട്ട് പോലും ഇല്ല. പലരും എനിക്ക് പല ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ബിഗ് ബോസ് ഇറങ്ങിയതിന് ശേഷം പിന്നീട് എനിക്കൊരു പേഴ്സണൽ ഇഷ്യൂ അവിടെ വെച്ചുണ്ടായി. അത് കംപ്ലീറ്റ്ലി എനിക്ക് പേഴ്സണലാണ്. ഞാൻ ഒരുപാട് പെയിൻ അനുഭവിച്ച, ഒരുപാട് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയ, എൻ്റെ വിവാഹം പോലും ആ സമയത്ത് മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പേഴ്സണലി ഉണ്ടായതാണ്. അതൊക്കെ എന്നെ മാത്രം ബാധിക്കുന്ന കംപ്ലീറ്റ്ലി എൻ്റെ പേഴ്സണൽ കാര്യമാണ്. അതിനകത്ത് വന്നിട്ട് വേറെ ഏതെങ്കിലും ഒരു അലവരാതി, ഒരു ഊള, ഒരു പരനാറി ഒരു അഭിപ്രായം പറയാൻ വന്നു കഴിഞ്ഞാൽ ഞാനത് കണ്ണും പൂട്ടി കണ്ടുകൊണ്ടിരിക്കുക, മിണ്ടാതിരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അതെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും. ഓക്കെ, ഓഗസ്റ്റ് 5-ാം തീയതി ആയിരുന്നു എൻ്റെ സർജറി, 2ാമത്തെ സർജറി. ആദ്യത്തെ സർജറി അല്ല. എല്ലാവരും ബിഗ് ബോസ് കഴിഞ്ഞ് അവരുടെ ഇഷ്ടപ്രകാരം കുറേ നല്ല ലൈഫായിട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ഞാൻ വീണ്ടും സർജറി, ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള പേഴ്സണൽ ഇഷ്യൂ ആയിട്ട് മുന്നോട്ട് പോയ സമയമാണ്. അപ്പോൾ അന്ന് അനന്തമോള് പങ്കുവെച്ച ഒരു വീഡിയോയുടെ തമ്പനയിലും ടൈറ്റിലും ഇങ്ങനെയാണ്: സിജോയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഓഗസ്റ്റ് 5-ാം തീയതി എൻ്റെ സർജറി കഴിഞ്ഞിട്ടുള്ളതിൻ്റെ ഞാൻ പങ്കുവെച്ച വീഡിയോയുടെ സ്ക്രീൻഷോട്ട് വെച്ചിട്ടുണ്ട്. വെല്ലുവിളിക്ക് മാത്രം ഒരു കുറവുമില്ല, സിജോ വേഴ്സസ് ഇവന്മാരുടെ ഈ പട്ടി ഷോ ഒന്ന് നിർത്തിക്കൂടെ. ഇതായിരുന്നു ആ വീഡിയോ. അനന്തമോൾ ഇന്നലെ എന്നെ വിമർശിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു കാര്യം പറഞ്ഞു തന്നുകൊണ്ടൊരു വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ അതിൻ്റെ തമ്പനയിൽ അങ്ങോട്ട് കാണുന്നില്ല. ടൈറ്റിലും ചെറുതായിട്ടൊന്ന് മാറ്റി, ഇവന്മാരുടെ പട്ടി ഷോ നിർത്തിക്കൂടെ എന്ന് മാത്രമാക്കി. അനന്തമോൾ എന്തിനാണ് ആ തമ്പനയിലും ടൈറ്റിലും മാറ്റിയത് എന്ന് എനിക്കറിയില്ല. അനന്തമോൾ പേടിച്ചിട്ടാണോ? അനന്തമോളെ പറ്റിയൊരു കരക്കമ്പി ഉണ്ട്. മോൾ ഇന്ന പോലെ ആരെങ്കിലും വിളിച്ച് വിരട്ടി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പേടിപ്പിച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഇഷ്യൂ ആക്കി, അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് പേടിച്ച് വിറച്ച് ബെഡിൽ കിടന്ന് എന്തൊക്കെയോ സാധിച്ച് അങ്ങനെ അനന്തമോൾ വീഡിയോ മുക്കാറുണ്ടെന്നും ടൈറ്റിലും തമ്പനയിലൊക്കെ മാറ്റാറുണ്ടെന്നൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഞാൻ എന്തായാലും പോലീസിനെ വെച്ച് വിളിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, പോലീസിനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല, സ്ട്രൈക്ക് തരാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് അന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതവിടെ കിടന്നോട്ടെ എന്ന് വിചാരിക്കണമായിരുന്നു. ഓക്കെ, എന്തായാലും അത് അനന്തമോൾ അത് മാറ്റി. പിന്നെ ഋഷിയുടെ കല്യാണത്തിന് പോയ സമയത്ത് ആ വ്യക്തി എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചപ്പോഴത്തേക്കും അപ്പോഴും അനന്തമോൾ ഒരു അഭിപ്രായം പറയുകയുണ്ടായി. അതിൻ്റെയും തമ്പനയിൽ ഇപ്പോൾ ടൈറ്റില് ഒരു ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞാണ് കൊടുത്തേക്കുന്നത്. ഇനി അനന്തമോള്
അന്ന് പറഞ്ഞ കാര്യം അതൊന്ന് അതായത് ഈ മാപ്പ് പറഞ്ഞു, ആ വ്യക്തി എൻ്റെ അടുത്ത് വന്ന് മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞ സമയത്ത് അനന്തമോള് പങ്കുവച്ചൊരു വീഡിയോ ഉണ്ട്. ഞാൻ എന്തായാലും ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. സിജോയുടെ ചെയ്ത വികാരം മനസ്സിലാവും. കാര്യം അമ്മാതിരി ഇടിയാണ് ഇടിച്ചത്. ആ ഇടിക്ക് ശേഷം സിജോയുടെ കമ്മണ്ടൊക്കെ ഇത്രയായി, കല്യാണം മാറ്റി വെച്ചു, എൻഗേജ്മെന്റും കല്യാണമൊക്കെ മാറ്റി വെക്കേണ്ടി വന്നു. ബോസ് എന്ന് പറയുന്ന ഷോയിൽ പ്രോപ്പറായിട്ട് പിന്നെ പെർഫോം ചെയ്യാൻ പറ്റില്ല. സിജോയുടെ ചെയ്ത വികാരം നമുക്ക് മനസ്സിലാവും. പക്ഷെ എന്നാലും ഒരു മനുഷ്യൻ വന്നിട്ട് അങ്ങോട്ട് വന്നിട്ട് മിണ്ടാൻ നേരത്ത് അറ്റ്ലീസ്റ്റ് ഒന്ന് ചിരിച്ചൊക്കെ സംസാരിക്കായിരുന്നു. ചിരിച്ച് സംസാരിക്കായിരുന്നു. അവിടെയാണ് എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്. അനന്തമോള് ഏകദേശം 5 മാസം മുന്നേ ഈ ഒരു വീഡിയോ ഇട്ട സമയത്ത് എൻ്റെ അടുത്ത് പല ആൾക്കാരും എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ഫാമിലിയുള്ള ആൾക്കാരും പറഞ്ഞു, ഇന്ന പോലെ ഈ ഒരു പയ്യൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, സിജോക്ക് എന്തെങ്കിലും സംസാരിച്ചുകൂടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്തിന് ഇപ്പോൾ അത് സംസാരിക്കണം. കാരണം എൻ്റെ ഫാമിലി എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമുണ്ട്, മോനെ നിന്റെ കല്യാണമൊക്കെ ഇപ്പോൾ അടുത്ത് വരികയാണ്, അപ്പോൾ നീ അനാവശ്യമായിട്ട് ആരോടത്തും ഒരു കാര്യം സംസാരിക്കാൻ വേണ്ടി പോകണ്ട. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഈ ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് പല ആൾക്കാരും എൻ്റെ ഫാമിലി അടുത്ത് ഇന്റർവ്യൂ ഒക്കെ ചോദിച്ച സമയത്തും ഞാൻ എൻ്റെ ഫാമിലി റിലേറ്റഡ് ആയിട്ടൊരു ഇന്റർവ്യൂ പോലും കൊടുത്തിട്ടില്ല. കാരണം ഞാൻ അനാവശ്യമായിട്ട് എനിക്ക് ഒരു വിവാദം ഉണ്ടാക്കാൻ പാടില്ല എന്നുണ്ടായിരുന്നു. കാരണം ഇവിടെയോ കിടക്കുന്ന ഏതൊരു വേട്ടാവളിയൻ എന്നെ പറ്റി എന്തൊക്കെയോ പറയുന്നു. ഇപ്പോൾ ഈ മോള് അനന്തമോള് എൻ്റെ അടുത്ത് പറയുകയാണ്, സിജോക്കൊന്ന് സംസാരിക്കാമായിരുന്നു. അപ്പം അനന്തമോളത്ത് എനിക്ക് ഇത്ര പറയാനുള്ളൂ, അതെൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, എനിക്ക് ലൈഫിൽ ആദ്യമായിട്ട് 2 സർജറി ഒരു വ്യക്തി കാരണം ഉണ്ടാവുന്നു. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പോയൊരു ഷോയിൽ ഭയങ്കരമായിട്ട് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായി, എനിക്ക് വേണ്ടത്ര രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാതെ പോകുന്നു. അല്ലെങ്കിൽ എൻ്റെ പെർഫോമൻസ് അവിടെ ഈ ഒരു ഇഷ്യൂ കൊണ്ട് പലതും അവർക്ക് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്നു. ഇതൊക്കെ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. എൻ്റെ വിവാഹം പോലും മാറ്റിവെക്കേണ്ടി വന്നു. ബാക്കിയോടെ കേൾക്കാം. അതൊരു മാനുഷിക പരിഗണന അല്ലെങ്കിൽ ഒരു മാന്യത എന്നൊക്കെ പറയും. പക്ഷേ സിജോയ്ക്ക് ഈ ഒരു സബ്ജക്ട് വിടാൻ വലിയ താല്പര്യമില്ല. അതുകൊണ്ടാണ് സിജോ ഇങ്ങനെ മസിയും പിടിച്ച് നിൽക്കുന്നത്. ഈ ഒരു പരിപാടി കഴിഞ്ഞ ശേഷം സ്റ്റേജ് വെച്ചിട്ട് എല്ലാവരോടും ഋഷിയെ പറ്റി സംസാരിക്കുകയാണ്. ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് എല്ലാവരും സ്റ്റേജിൽ നിൽപ്പുണ്ട്, മീഡിയാസ് എല്ലാവരും നിൽപ്പുണ്ട്. ആ സമയത്ത് നമ്മുടെ ഇവിടെ റോക്കി ബായും ഒക്കെ സിജോയും ഒക്കെ ഇവന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിക്കോട്ടെ. ഇതിൻ്റെ ഇടയിൽ കൂടെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വന്ന് നമ്മുടെ കണ്ണേട്ടൻ്റെ പരിപാടി സൂപ്പർ. വിടലകൾക്കിടയിലെ വിടല എനിക്ക് വയ്യ. ഇതൊക്കെയാണ് ഇവന്മാരുടെ കാര്യങ്ങൾ. ഇനാന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് ഞാൻ പറയാം. സിജോയ്ക്ക് ഈ ഒരു സംഭവം സ്റ്റോപ്പ് ചെയ്യാൻ വലിയ താല്പര്യമില്ല. റോക്കി ബായ്ക്ക് ഇത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഉള്ള ഹേറ്റ് ഒന്ന് കുറച്ചെടുക്കണം. അതാണ് റോക്കി ബായ് ശ്രമിക്കുന്നത്. മനസ്സിലായോ? ചുരുക്കം പറഞ്ഞ 2 കൂട്ടരും ആത്മാർത്ഥത ഇല്ലാത്ത വിടലകളാണ്, വെറും മാങ്ങാണ്ടി മോറന്മാരാണ്. അന്നേരം ഇവന്മാർ 2 പേരുടെയും പക്ഷം പിടിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. ഇവന്മാരുടെ പക്ഷം പിടിച്ച് സംസാരിച്ചാൽ നമ്മൾ വെറും ചെറ്റകളായി പോകും. ഇവന്മാർ എന്തരേലും കടന്ന് കാട്ടിക്കൂട്ടിട്ട് എനിക്ക് വേറെ ഒന്നും പറയില്ല. ഈ കൊണേഷ് കണ്ണാപ്പിത്തരം കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രം ചെയ്യുന്ന വീഡിയോ ആണ് ഗൈസ്. കൂടുതലൊന്നും പറയില്ല. അപ്പം ശരിയെങ്കിൽ ബൈ. ഓക്കെ, ഈ വീഡിയോ ഞാൻ കണ്ട സമയത്ത് അനന്തമോള് പിന്നെ ഇടപെട്ട് കഴിഞ്ഞാൽ മോള് ചെറ്റയായി പോവും. അപ്പോൾ അത് മോള് ചെറ്റയാകാൻ പാടില്ല. ഒന്ന് പിന്നെ എന്നെ പറ്റിയും സായിയെ പറ്റിയൊക്കെ പറയുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ വെടലകള്, മാങ്ങാണ്ടി മോറന്മാര്, കൊണേഷ് കണ്ണാപ്പികൾ, ഇങ്ങനെ ഒരുപാട്. എൻ്റെ അടുത്ത് അത് വെച്ചിട്ടാണ് ചോദിച്ചത്, സിജോ ഒന്ന് സംസാരിച്ചൂടെ. ഞാനപ്പോൾ അനന്തമോളെ പറ്റി ഏറ്റവും ആദ്യം ഞാനൊന്ന് അന്വേഷിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഞാൻ അനന്തമോളെ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അന്വേഷിച്ചിട്ട് ഞാൻ അങ്ങനെ അന്വേഷിച്ചു അനന്തമോളെ പറ്റി. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം, അനന്തമോൾ ഇങ്ങനെയൊക്കെ പറയുന്നു, അപ്പോൾ എന്തായിരിക്കും എൻ്റെ കാര്യം. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അനന്തമോൾ എന്തോ 1994 കാലഘട്ടത്തിൽ അവരുടെ അനന്തമോൾ ജനിച്ച ആ ഒരു സ്ഥലത്തിൽ ഒരുപാട് ആൾക്കാർ വന്ന ഏതോ ഒരു വലിയ ആഘോഷ പരിപാടിക്കിടയിൽ അനന്തമോൾ ജനിക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അനന്തമോളുടെ പൈതൃകത്തിന്റെ വിഷയമാണെന്നാണ് ഒരു പൊതു സംസാരം. എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ പൈതൃകത്തിന്റെ ആ ഒരു ക്വാളിറ്റിയുടെ വിഷയമായിരിക്കാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പൈതൃകങ്ങളാൽ ജനനമെടുത്ത ഒരു വ്യക്തി എന്ന രീതിയിൽ അങ്ങനെ സംഭവിച്ചതായിരിക്കാം. കാരണം അങ്ങനെയാണല്ലോ. കാരണം എനിക്ക് പേഴ്സണലി ഉണ്ടായൊരു ഇഷ്യൂ, അതിനെ ബഹുമാനിക്കണമെന്നോ അതിനെ പരിഗണിക്കണമെന്നോ ഞാൻ പറയുന്നില്ല. ആ വ്യക്തിയോട് ഞാൻ എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് എൻ്റെ കാര്യമാണ്. എൻ്റെ അമ്മ പോലും ഏറ്റവും ആദ്യമായിട്ട് സംസാരിക്കുന്നത് എൻ്റെ സർജറി ടൈമിലാണ്. അതുവരെ എൻ്റെ അമ്മ പോലും സംസാരിച്ചിട്ടില്ല. അനന്തമോളുടെ ഒരു വീഡിയോയിൽ എൻ്റെ അമ്മയ്ക്ക് പോലും ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഇനി ഇതിന് സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര വഷളാവും. ആ വ്യക്തി ബിബിയിൽ നിന്നിറങ്ങിയിട്ട് ഒരുപാട് ഷോ ഓഫ് കാണിച്ച സമയത്ത് ഞാൻ സൈലന്റ് ആയിട്ട് ഇരുന്നിട്ടേ ഉള്ളൂ. അദ്ദേഹം ഒരു ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്താണ് ഞാൻ ഏറ്റവും ആദ്യമായിട്ട് പ്രതികരിക്കുന്നത്. തുടർന്ന് അനന്തമോൾ ആ വ്യക്തിയുടെ എല്ലാ വീഡിയോസും കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് എൻ്റെ പേഴ്സണൽ ആയതുകൊണ്ട് പല ആൾക്കാർ ആ വ്യക്തിയുടെ വീഡിയോസ് എനിക്ക് അയച്ചു തരുമ്പോഴത്തേക്കും ആ വ്യക്തി എന്തെങ്കിലും എന്നെ പറ്റി പറയുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് 2ാമത്തെ സർജറിയുടെ സമയത്ത് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ, അതിനെ മുൻനിർത്തിയാണ് അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ വീഡിയോസ് ചെയ്യുകയും ആ വ്യക്തിക്ക് മറുപടി കൊടുക്കുകയും ചെയ്തത്. അതിനുശേഷം ആ വ്യക്തി വന്ന് കൊണയടിക്കാൻ വേണ്ടി വന്നിട്ടില്ല. സോഷ്യൽ മീഡിയയിലുള്ള അത്ര നാളത്തുള്ള കൊണയടി ആ വ്യക്തി അങ്ങ് നിർത്തി. ഓക്കെ, പിന്നീട് എനിക്ക് വന്ന് സോറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ
മീഡിയയുടെ മുന്നിൽ വെച്ച് ഒരു കല്യാണ വേദിയിൽ വെച്ചിട്ടല്ല ആ സോറി പറയേണ്ടിയിരുന്നതിന് അപ്പോഴും പറയുന്നു, ഇപ്പോഴും പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനന്തമോളാണെങ്കിൽ പോയി മിണ്ടുമായിരുന്നു, മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് മിണ്ടാമായിരുന്നു എന്ന് പറയുന്നത്. അതിനും എനിക്ക് ഒറ്റ മറുപടി ഉള്ളൂ. അനന്തമോളുടെ ആ പൈതൃകങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് ആ പൈതൃകങ്ങളുടെ രീതിയിലല്ല ഞാൻ ജനിച്ചത്. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് ഒറ്റ തന്തേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യില്ല. അതെന്റെ പേഴ്സണൽ കാര്യമാണ്. ഇനി അനന്തമോള് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു വെക്കുന്ന ഒരു കുഞ്ഞു കാര്യം കൂടെ ഉണ്ട്. ഉപദേശവും ഊമ്പിക്കലും കൂടെ ഒരുമിച്ച് വേണം. ഓക്കെ, ഞാൻ അതിനെയും പരിഗണിക്കുന്നു. ഞാൻ തന്ന ഉപദേശം ഞാൻ തരുന്നേ ഇല്ല. അല്ലെങ്കിൽ ഉപദേശിക്കാൻ ഞാൻ ആരാണ്? പിന്നെ ഊമ്പിക്കൽ, അത് അനന്തമോൾക്ക് അങ്ങനെ ചെയ്യാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചെയ്തു കൊള്ളുക. ഓക്കെ, അതൊരു നല്ല പണിയാണെന്ന് ഞാൻ പറയുന്നില്ല. ഇനി അനന്തമോൾക്ക് അങ്ങനത്തെ പണി ചെയ്യാനാണ് താല്പര്യം, അങ്ങനത്തെ പണി ചെയ്ത് ശീലമുള്ള ആളാണെന്നുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ പൈതൃകങ്ങളാൽ വളർന്നു വന്നതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതിനകത്തും എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. അനന്തമോള് അന്ന് സംസാരിച്ച് വെച്ച കുറേ കാര്യങ്ങൾ, ഓക്കെ, ഇപ്പോൾ ഒരാളെ ഹെൽത്തി ആയിട്ട് വിമർശിക്കാം, എനിക്കത് കുഴപ്പമൊന്നുമില്ല. ഞാനും പല ആൾക്കാരെ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്, അതിൽ കടന്ന് വിമർശനം നടത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് തിരുത്താനെങ്കിൽ ഞാൻ തയ്യാറാവണം. ഓക്കെ, എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാവണം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരാൾ സർജറി ചെയ്ത് അത്രയും എല്ലാ വിഷയങ്ങളും വിമർശിക്കുന്ന പോലെ അല്ലല്ലോ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഉപ്പുമുളക് ഫാമിലിയുടെ ആ വിഷയം സംസാരിച്ച സമയത്ത് എനിക്ക് ചിന്ത വന്നത്, അവരുടെ 2ാമത്തെ മകളാണ് ഒളിച്ചോടി പോകുന്നത്. ഞാൻ പെട്ടെന്ന് എൻ്റെ വ്യൂസിനും റീച്ചിനും വേണ്ടിയിട്ട് വീഡിയോ ചെയ്യുന്നതിനേക്കാൾ ഞാനിപ്പോൾ അധികം റിയാക്ഷൻ വീഡിയോസ് ചെയ്യാത്തതിൻ്റെ റീസൺ അതുകൊണ്ട് തന്നെയാണ്. ഉപ്പുമുളക് ഫാമിലി എന്ന് മാത്രമല്ല, അപ്പോൾ ഞാൻ നമ്മൾ സാധാരണ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് വിമർശിക്കുന്ന പോലെയല്ല. ഒരു മകൾ ഒളിച്ചോടി പോവുക, ഒരാളുടെ സർജറി സമയം, ഒരു മരണം, ഇതിനെയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട രീതി വേറെയാണെന്നാണ് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നത്. അന്ന് എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടാവാം, തീർച്ചയായിട്ടും അതിലേക്ക് വിശദമായിട്ട് വരാം. ഓക്കെ, ഇനി അനന്തമോളെ ഞാൻ അപ്പോൾ ഈ കാര്യത്തിന് ഞാൻ എന്താ പറയുക, ഇതിന്റെ പേഴ്സണൽ ആണ്, അനന്തമോൾക്കൊന്നും തോന്നരുത്. കാരണം അന്ന് അനന്തമോളി കിടന്ന് ഈ എന്താ പറയണ്ട വെടലകളെന്നും അല്ലെങ്കിൽ ഈ കുണ്ണാപ്പി മറ്റേ മറിച്ചെന്നൊക്കെ പറയുമ്പോഴത്തേക്കും മാങ്ങാണ്ടി മുറ എന്നൊക്കെ പറയുമ്പോൾ നമുക്കുണ്ടാവുന്ന, കാരണം അന്ന് ഞാൻ എൻ്റെ ഹെൽത്ത് വൈസ് ഒട്ടും ഓക്കെ അല്ല. ഓക്കെ, ഞാൻ ഫിസിക്കലി മെന്റലി, കാരണം എൻ്റെ വിവാഹം മാറ്റി വെച്ചതൊക്കെ എനിക്ക് ഭയങ്കര ഹേർട്ടാണ് അന്ന്. ഓക്കെ, എൻ്റെ അമ്മയുടെ ബുദ്ധിമുട്ടുകൾ, എൻ്റെ ഫാമിലി മൊത്തത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, അതൊക്കെ എനിക്ക് പേഴ്സണലി മാത്രം ഉണ്ടാകുന്ന സമയത്ത് എവിടെ കിടക്കുന്നൊരു മോള് എൻ്റെ അടുത്ത് വിളിച്ചിട്ട് അല്ലെങ്കിൽ എന്നെ പറ്റി ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്കും എനിക്കത് കൊള്ളും. കാരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഒരൊറ്റ തന്തേ ഉള്ളൂ, അല്ലാതെ മോളെ പോലെ അങ്ങനെ എനിക്ക് പല പൈതൃകങ്ങൾ എനിക്ക് ഇല്ല. ഇനി ഉപ്പുമുളക് ഫാമിലിയുടെ കാര്യത്തിലേക്ക് ഞാനൊന്ന് വരാം. അതിനകത്ത് അനന്തമോളുടെ ഒരു വീഡിയോ ഞാൻ ഏറ്റവും ആദ്യം പ്ലേ ചെയ്യാം. അപ്പൊ എന്റെ വീഡിയോക്കകത്ത് ഞാനൊരു പർട്ടിക്കുലർ ഡയലോഗ് അതെടുത്ത് കുറെ ആൾക്കാർ കൊണ്ടുപോയി പല രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇവരുടെ എൻഗേജ്മെന്റ് നടന്ന സമയത്ത് കുറെ കൊളാബ്സ് വന്നിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ അതിനകത്ത് പറയുന്നുണ്ട്. അത് എനിക്കൊരു വ്യക്തി, ഈ കൊളാബ് ചെയ്ത ഒരു വ്യക്തി എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞതാണ്. അന്നേരം ഞാൻ ഇവരുടെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കി. ഈ പറയുന്ന നന്ദന അനിൽകുമാർ എന്ന് പറയുന്ന പുള്ളിക്കാരുടെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കി. ഞാൻ അത് നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇതാണ് നന്ദനയുടെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കുമ്പോൾ താഴെ കുറെ ആൾക്കാരെ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. താണ്ടെ മഹാലക്ഷ്മി ജുവൽ റെന്റ്. ഇത് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത് ഇവരുടെ തന്നെ റെന്റൽ ഷോപ്പ് ആണ്. അതിന് താഴെ വെഡ്വോ വെഡിങ് ഫിലിം എന്ന് പറയുന്നത്, അതിന് താഴെ അൻഷക്ക് ഡിസൈനർ ബൊട്ടീക്ക് എന്ന് പറയുന്ന ഇത്രയും ആൾക്കാരെ അവർ കൊളാബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതും കൂടാതെ താഴോട്ട് നോക്കുമ്പോൾ ദാണ്ട് മെഹന്തിന്റെ വരെ കൊളാബ് ചെയ്താണ് വെച്ചേക്കുന്നത്. ഒരു ഹെന്ന ആർട്ടിസ്റ്റ് സഫാനയോ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതിന്റെ പേരിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോൾ എന്താണ്, സാധാരണ ഒരു എൻഗേജ്മെന്റ് വരുമ്പോൾ ഉള്ള മേജർ കാര്യങ്ങൾ, ഇപ്പൊ ഡ്രസ്സ് ആണെങ്കിലും ഓർണമെന്റ് ഇവരുടെ ഷോപ്പിൽ തന്നെ ഉണ്ട്. അന്നേരം പ്രത്യേകിച്ച് എക്സ്ട്രാ പൈസ ചെലവാകുന്നില്ല. വെഡിങ് ഫോട്ടോഗ്രാഫി അതും കൊളാബിലാണ് പോയേക്കുന്നത്. അതിനും വലിയ പൈസ ചെലവായിട്ടില്ലെന്ന് കരുതി. പിന്നെ മൈലാഞ്ചി അതും കൊളാബിലാണ് പോയേക്കുന്നത്. പിന്നെ ഇവർ തന്നെയാണ് ഇവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇതൊക്കെ ഇങ്ങനെ പബ്ലിഷ് ചെയ്തേക്കുന്നത്, കൊളാബ് വർക്ക്. അന്നേരം നമ്മൾ എന്താ കരുതണം, അത് കൊളാബ് എന്നല്ലേ കരുതത്തുള്ളൂ. ഇതും പോരാഞ്ഞിട്ട് ഇവരുടെ യൂട്യൂബ് ചാനൽ ആ ഒരു എൻഗേജ്മെന്റ് വീഡിയോ അടി പോയി നോക്കിയ സമയത്ത് അതിന്റെ അടിയിലും പിൻ ചെയ്ത് കുറെ കൊളാബ്സ് എടുത്ത് വെച്ചേക്കുന്നു. മേക്കപ്പ് ഇവരുടെ ചേച്ചിയാണ് ചെയ്തേക്കുന്നത്, സ്വന്തം ചേച്ചിയാണ് ചെയ്തേക്കുന്നത്. അന്നേരം അതിനകത്തും പ്രത്യേകിച്ച് പൈസ ചെലവൊന്നും ആയില്ല. അന്നേരം ഇത്രയും കൊളാബ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, അവർ പറഞ്ഞത് ശരിയാണ്. ഓക്കെ, ഇവിടെ തൊട്ട് ഞാൻ പറഞ്ഞല്ലോ, അത് ഇനി ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളെ ഞാൻ എടുക്കുന്നുള്ളൂ. ഞാൻ അനന്തമോളെ, ഓക്കെ, അനന്തുവിനെ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്തെ ഞാൻ മീൻ ചെയ്തൊരു കാര്യമുണ്ട്. അതിനെ വളച്ചൊടിച്ച് ഇപ്പോൾ അനന്തിന്റെ വീഡിയോക്ക് അതൊരു കാര്യം പറയുന്നുണ്ട്. അനന്തു ചെയ്തൊരു വീഡിയോ ഈ ഒരു എന്താണ് കൊളാബിന്റെ കാര്യം അനന്തു പറഞ്ഞ സമയത്ത് പല ആൾക്കാർ അത് വളച്ചൊടിച്ച് വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചു. ഞാൻ പറഞ്ഞ കാര്യങ്ങളും വളച്ചൊടിച്ച് വേറെ രീതിയിൽ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്ക് അനന്തൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ അനന്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കൊളാബ് ചെയ്യുന്നു എന്നത് കൊണ്ട് ഒരു അനന്ത് ഇപ്പോഴും പറയുന്നത് കൊളാബ് ചെയ്തിട്ടുണ്ട്. എന്റെ കല്യാണം നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ എൻഗേജ്മെന്റിന്റെ ഉദാഹരണം ഞാൻ പറയാം. എൻ്റെ എൻഗേജ്മെന്റ് ഉദാഹരണത്തിന് എൻ്റെ ഡ്രസ്സ്, ഞാൻ ഇട്ടിരുന്ന വസ്ത്രമാണ് എനിക്ക് കൊളാബായിട്ട് കിട്ടിയത്. ഓക്കെ, അപ്പോൾ എൻ്റെ ഭാര്യ അച്ചു, അവൾ ധരിച്ച വസ്ത്രത്തിന് അവൾ ഹാഫ് കൊളാബായിട്ടാണ് ചെയ്തത്, പകുതി കൊളാബായിട്ടാണ്, പകുതി പേയ്മെന്റ് അടച്ചിട്ടാണ് എൻ്റെ കാര്യങ്ങൾ ചെയ്തിരുന്നത്. എൻ്റെ മറ്റ് ഫോട്ടോഗ്രാഫി കൊളാബല്ല, ഞാൻ മുഴുവൻ പണവും 65,000 രൂപയാണ് ഞാൻ കൊടുത്തിരുന്നത്. പക്ഷെ അവർ കൊളാബ് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കൊളാബ് ചെയ്ത്
കൊടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ കല്യാണ സമയത്ത് എൻ്റെ ഇവന്റ് ചെയ്ത ആൾക്കാരുടെ ഞാൻ അതിനകത്ത് സ്റ്റോറിയും അവർക്ക് ഇതൊക്കെ ചെയ്ത് കൊടുത്തത് ഞാനത് പേയ്മെന്റ് ഫുള്ള് കൊടുത്തിരുന്നു. അത് കൊളാബും കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഈ കൊളാബ് ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്കും അതിനർത്ഥം കംപ്ലീറ്റ്ലി പേയ്മെന്റ് ഫ്രീ ആണെന്ന് വിചാരിക്കരുത്. ഈ മെഹന്തി അല്ല ഏറ്റവും വലിയ കല്യാണത്തിന്റെ ചെലവെന്ന് പറയുന്നത്. അല്ലെങ്കിൽ വസ്ത്രങ്ങൾ എടുക്കുക, ആഭരണങ്ങൾ, ഈ ആഭരണങ്ങൾ അവരുടെ തന്നെയാണെന്ന് പറഞ്ഞെങ്കിൽ തന്നെയും അവർ കാശ് കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്ന സാധനമാണ് അവരുടെ ആ ഒരു റെന്റൽ ഷോപ്പിലുള്ളത്. അല്ലാണ്ട് അവർക്ക് എവിടെ നിന്നും മറ്റേ കുടിച്ചെടുത്തപ്പോഴത്തേക്കും കിട്ടിയ സാധനങ്ങളൊന്നും അല്ല. അത് അവർ കാശ് കൊടുത്ത് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് അവരുടെ ഷോപ്പിന് വേണ്ടിയിട്ട് പിന്നെ അത് ഒരു പ്രൊമോഷൻ എന്ന രീതിയിൽ ആ കല്യാണത്തിന് അതുകൂടി യൂസ് ചെയ്തു. ഓക്കെ ഫൈൻ, അതൊരു കാശ് കൊടുത്ത് വാങ്ങിച്ചു വെച്ച സാധനമാണ്. ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് ഇടുന്ന സാധനമൊന്നും അല്ല. അത് അല്ലെങ്കിൽ അത്രയും ഫെയിം ആയിട്ട് നിൽക്കുമ്പോൾ ഫോട്ടോഗ്രാഫി വേണമെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുത്തേക്കാം. അപ്പോൾ അത് ഹാഫ് കൊളാബോ. ഞാൻ ഇങ്ങനെ പല കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഇപ്പോൾ അനന്ത് മോൾ, ഓക്കെ, ഞാൻ ആ പല കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോ ഒക്കെ പറയണമെന്ന് വിചാരിച്ചിരുന്നു, കുറെ കളിയാക്കിക്കൊണ്ടും. പക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്ന സമയം വരെ അനന്തിനെ കുറെ കളിയാക്കണമെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഹേർട്ട് അന്ന് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ചെറിയ രീതിയിലെങ്കിലും കളിയാക്കണമെന്ന് തോന്നി ഞാനത് ഉപേക്ഷിക്കുകയാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് ഞാനത് ഉപേക്ഷിക്കുന്നു. അപ്പോൾ അനന്തും എനിക്ക് ഞാൻ പറഞ്ഞ ഒറ്റ കാര്യം ഉണ്ട്, അനന്തിനെ വിമർശിക്കാൻ ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അവരത് പണം മുടക്കി ചെയ്തതാണെന്നതിന്റെ തെളിവ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എല്ലാ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരെയും വിളിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ചെയ്യട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ശരിയാണോ മറ്റേതാണോ മറിച്ചാണോ ചോദിക്കണം എന്നല്ല ഞാൻ പറഞ്ഞിരുന്നത്. അനന്തൂരിന്റെ അടുത്ത് വേറെ ആരെങ്കിലും മെസ്സേജ് അയച്ച് പറയുമ്പോൾ അത് അവരുടെ ഫാമിലി കാര്യമാണ്. ഓക്കെ, ആ കൊളാബാണോ അല്ലെങ്കിൽ അത് കറക്റ്റ് ആണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്യാമായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞു വെച്ച കാര്യം. ആ വീഡിയോയിൽ അനന്തുവിനെ ആണ് അവർ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അവർ പേഴ്സണലി പറഞ്ഞതുകൊണ്ട് അത് ഞാൻ മെൻഷൻ ചെയ്തു. ഇനി രണ്ടാമത്തെ കാര്യം, ഞാൻ പണ്ട് അവരെ വിമർശിച്ചിട്ടുണ്ട്, തീർച്ചയായും ഞാൻ വിമർശിച്ചിട്ടുണ്ട്. ആ വിമർശിച്ചതും ഇപ്പോൾ ഞാൻ അവരെ പൊടുന്നനെ വിമർശിക്കാതെ എന്തുകൊണ്ട് കോൺടാക്ട് ചെയ്തു, അവരെന്റെ കല്യാണത്തിന് പോലും വന്നിട്ടുണ്ട്. ആ പേഴ്സണൽ ബന്ധമുള്ളത് കൊണ്ട് മാത്രമല്ല. ഓക്കെ, ഞാൻ ആദ്യത്തെ വീഡിയോ ചെയ്യുന്ന സമയത്ത് അവർ തുടരെ ആദ്യത്തെ മകൾ അവർ ഒളിച്ചോടി പോയ സമയത്ത്, അല്ലെങ്കിൽ ആദ്യത്തെ മകൾ ഇറങ്ങിപ്പോയ സമയത്ത് അവർ തുടരെ കണ്ടിന്യൂസ് ആയിട്ട് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 പോലെ ഡെയിലി ഇങ്ങനെ വീഡിയോസ്, ഒരു ദിവസം ഒന്നിൽ കൂടുതൽ വീഡിയോസ് ഇട്ട് ഒരു 10-15 വീഡിയോസോളം അവർ ഇട്ടിരുന്നു. അതുകൊണ്ടാണ് അന്ന് ഞാൻ വിമർശിച്ചത്. ആ വിമർശനം അതിൽ കടന്നു പോയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അവരെ നേരിട്ട് കണ്ട് അതിനെപ്പറ്റി സംസാരിച്ചു. ഞാൻ അങ്ങോട്ട് പോയിട്ട് സംസാരിച്ചു. ഞാൻ അതിനകത്ത് അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ വീഡിയോസ് എല്ലാം ഞാൻ എടുത്ത് മാറ്റാം. ഞാൻ പറഞ്ഞ വാക്കുകളിനകത്ത്, കാരണം അവർ ഫാമിലി പിന്നീട് ജോയിൻ ആയി. അതൊന്ന് ഞാൻ വീഡിയോ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നി മേ ബി ഇപ്പം എന്റെ അന്നത്തെ ഭാഗത്തെ മിസ്റ്റേക്ക് ആണ്. നമ്മൾ എല്ലാവരും മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കാം. പിന്നീട് എനിക്ക് തോന്നി ഞാൻ ആ വിമർശിച്ചത് അതിൽ കടന്നിട്ടുണ്ടാവാം. ഞാൻ അവിടെ സംസാരിച്ചു. ഞാൻ ഒരുപാട് നേരം അവിടെ സംസാരിച്ചു. അവരുടെ വീട്ടിലൊരു ഫംഗ്ഷൻ എന്നെ ക്ഷണിച്ച് ഞാൻ അവിടെ പോയി അതിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഷെബിനായിട്ടൊക്കെ ഒരുപാട് നേരം സംസാരിച്ചു. പിന്നീട് ഞാനൊരു ഹെൽത്തി ആയിട്ട് റിലേഷൻഷിപ്പ് പോലായിട്ട് ഉണ്ടാക്കിയെടുത്തു ആ ഫാമിലി എല്ലാവരുമായിട്ട്. അത് ഞാൻ എന്റെ സംസാരത്തിലൂടെ ഞാൻ ഉണ്ടാക്കിയെടുത്തതാ. ഓക്കെ, ആ വീഡിയോ സ്റ്റിൽ ഇപ്പോഴുള്ളത്. ഞാൻ ചെയ്ത വീഡിയോസ് ഒന്നും ഞാൻ ഡിലീറ്റ് ചെയ്യാറില്ല. എനിക്കതിന്റെ താല്പര്യം എനിക്കില്ല. അല്ലെങ്കിൽ അത്രയും വലിയ എന്തെങ്കിലും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ, ഞാൻ ഉദ്ദേശിക്കുന്ന പോലീസ് കേസോ മറ്റേ കേസോ അല്ല, എന്റെ ഭാഗത്ത് അത്രയും വലിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അത് അവർക്ക് അവരുടെ പേഴ്സണൽ ലൈഫിന് ഇപ്പോൾ അത് ബാധിക്കുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അടുത്ത് മാറ്റാറുണ്ട്. ഞാൻ അവിടുത്തെ ചോദിച്ചതാണ് അതെല്ലാം ടേക്ക് ഡൗൺ ചെയ്യാം. പക്ഷെ അന്ന് അവരെ വിമർശിച്ചതിനകത്ത് അവരെന്തൊക്കെ പറഞ്ഞത്, ഞങ്ങൾക്കും ആ വിമർശനം ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങളുടെ ഭാഗത്ത് അന്ന് മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കേസിലേക്ക് വന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് കാര്യങ്ങൾ മാറ്റം ഉണ്ടായിരുന്നു. അതെനിക്ക് പറയാൻ ഇപ്പം നിർവാഹമില്ല. അത് അവരുടെ ഫാമിലി കാര്യമാണ്. അതെനിക്ക് പറയാനായിട്ട് പറ്റത്തേ ഇല്ല. ഞാൻ ആദ്യത്തെ വിഷയത്തെ പറ്റി ഞാൻ ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആ ഫാമിലിയെ കീറി മുറിക്കുന്ന പോലെ ആയിരുന്നു. ഞാൻ ഭയങ്കര നന്മമാരമായിരുന്നു. ഞാൻ ഇപ്പൊ ഭയങ്കര ഒരു വലിയ ചേഞ്ച്. ഞാൻ ഇപ്പോഴും വിമർശിക്കുന്ന സമയത്ത് അതിൽ കടന്ന് വിമർശിക്കുന്ന ഒരാളാണ്. അതായത് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെറിയ രീതിയിൽ റിയാക്ഷൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത സമയത്തും എന്റെ വിമർശനങ്ങൾ കുറച്ച് കൂടി പോകാറുണ്ടെന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ടാവും. അത് വിമർശിക്കേണ്ട സമയത്ത് അങ്ങനെ തന്നെ വിമർശിക്കും. അല്ലാതെ എനിക്ക് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല. ഞാനൊരു പ്രിപ്പേർഡ് സ്പീച്ചിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് വിമർശിക്കാൻ നിൽക്കുന്ന ആളൊന്നും അല്ല. ഞാൻ നേരെ മൊബൈൽ ഓണാക്കി വെച്ച് എന്റെ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോ എന്റെ വിമർശനങ്ങൾ പണ്ട് അങ്ങനെയായിരുന്നു, ശരിയാണ്. ഞാൻ ബിഗ് ബോസിന് വന്നതിന് ശേഷം എന്തുകൊണ്ട് റിയാക്ഷൻ വീഡിയോസ് കുറവായിട്ട് ചെയ്തു? അത് വേറൊന്നും കൊണ്ടല്ല. ഞാൻ പണ്ട് ചെയ്തിരുന്ന, അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്കുള്ള എന്റെ പണ്ടത്തെ വ്യൂ പോയിന്റ് അങ്ങനെ ആയിരുന്നില്ല. ഞാൻ റിയാക്ഷൻ വീഡിയോസിന് കുറച്ചേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ഇനി ആരെയും വിമർശിക്കില്ല, അങ്ങനെയൊന്നും, എല്ലാവരും കോൺടാക്ട് ചെയ്തിട്ടേ വിമർശിക്കുള്ളൂ, അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത്. ഈ ഒരു വിഷയത്തിനകത്ത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾക്കൊരു പേഴ്സണൽ ഇഷ്യൂ ഉണ്ടാകുകയാണ്. എന്റെ സർജറിയുടെ സമയത്ത് ഈ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ആരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടല്ല വീഡിയോസ് ചെയ്തിട്ടുള്ളത്. ഈ പറയപ്പെടുന്ന ആരും തന്നെ സിജോക്ക് എങ്ങനെയുണ്ട്, ഓക്കെ ആണോ എന്ന് പോലും ചോദിച്ചിട്ടില്ല. അപ്പൊ അതെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ എനിക്കത് അറിയാവുന്നത് കൊണ്ടാണ് ഞാനിപ്പോ ഒരു മകൾ ഒളിച്ചോടി പോയി എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കവരെ വിളിക്കാൻ തോന്നുന്നത്. അപ്പോൾ ഒരു ഫാമിലി ഇഷ്യൂ വരുന്ന സമയത്ത് ഞാൻ കഴിയുന്നത് ഇപ്പോൾ അങ്ങനെ വീഡിയോ ചെയ്യാൻ തോന്നാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത്, എനിക്കത് കംപ്ലീറ്റ്ലി ഒന്നെങ്കിൽ അത് തിരക്കിയിട്ട് ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ഒരു സബ്ജക്റ്റ് ആയിരിക്കണം. ഞാൻ വിമർശിക്കേണ്ട അങ്ങനെ ഒരു സബ്ജക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഒളിച്ചോട്ടം, ഒരു മരണം, അവർക്കൊരു അസുഖം വരിക. ഇപ്പോൾ ഉപ്പുംപുളക് ഫാമിലിയിൽ ഒരു അമ്മയ്ക്ക് ഒരു അസുഖം വന്ന സമയത്ത് പല ആൾക്കാർ വിമർശിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്.
പക്ഷെ അത് ഞാൻ അപ്പോൾ ചെയ്തതും എന്താണ് അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചതിന് ആദ്യം, കാരണം അന്നും വ്യൂസിന് വേണ്ടിയിട്ടും കോണ്ടന്റിന് വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ പല ആൾക്കാരും വീഡിയോസ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ആരും വിളിച്ചാണെന്ന് സംസാരിച്ചത്. ഓക്കെ, ഞാൻ ഇപ്പോഴും ആ ഉപ്പുമുളക് ഫാമിലി ആൾക്കാർ ഞാൻ ലാസ്റ്റ് ഡേ ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞത് നമുക്കിത് നാളെ 2-3 മാസം കഴിയുമ്പോൾ ഇത് കോംപ്രമൈസ് ആവും, വേണമെന്നുണ്ടെങ്കിൽ ഞാനും അതിനകത്ത് നിൽക്കാം, എനിക്ക് അതിനകത്ത് സന്തോഷം മാത്രമേ ഉള്ളൂ. അവര് ഒരു കുടുംബത്തിൽ എന്തായാലും അത് ഒരുമിച്ച് നിൽക്കുന്നതിന് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ആ രീതിയിലാണ് ഞാൻ ചെയ്തത്. അതൊരു പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായപ്പോഴത്തേക്ക് എനിക്ക് മാറ്റം സംഭവിച്ചായിരിക്കാം. ആ മാറ്റത്തെ അനന്തുവിനെ പോലുള്ള ആൾക്കാർ നേരത്തെ ഒരു വിലയും കൊടുക്കാതെ എൻ്റെ പേഴ്സണൽ കാര്യത്തെ പോലും മാനിക്കാതെ വീഡിയോസ് ചെയ്തപ്പോഴേക്കും അന്ന് എനിക്കുണ്ടായ ഒരു ഹേർട്ട് ഉണ്ട്. ആ ഹേർട്ടിന്റെ മനസ്സിൽ അനന്തുവിനോട് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇത് പറയുമ്പോഴത്തേക്ക് നമുക്കത് കുറച്ചുകൂടെ ഓക്കെ ആവും. ഓക്കെ, ഈ ഒരു വിഷയത്തിനകത്ത് അനന്തുവിനെ ഞാൻ വിമർശിച്ചത് ആ ഒരു കൊളാബ് വന്നെന്ന് പറയുമ്പോഴത്തേക്ക് അത് ഭയങ്കര അവർക്ക് ഹേർട്ടായ ഒരു കാര്യമാണ്. കാരണം ഞാൻ കല്യാണം നടത്തുമ്പോഴത്തേക്കും അവന് കാലിലാണ് സ്ത്രീധനം വാങ്ങിച്ചിട്ടാണോ നടത്തിയതെന്ന് പറഞ്ഞ് എനിക്കിത് ഇപ്പൊ കൊള്ളും. കാരണം ഞാൻ ഒരു രൂപ ഒരു സ്ത്രീധനം വാങ്ങിക്കാതെ വിവാഹം നടത്തിയ ആളാണ്. അല്ലെങ്കിൽ എല്ലാം അവൻ കൊളാബായിരുന്നു, അവനെല്ലാം ഫ്രീ ആയിരുന്നു. ഞാൻ എൻ്റെ റിസോർട്ടിന്, എൻ്റെ ഫുഡിന് നല്ല പൈസ ചിലവായിട്ടുണ്ട്. അല്ല മെഹന്തിക്ക് മാത്രമൊന്നുമല്ല കാശ് ചിലവാകുന്നത്, ഫുഡിനാണെങ്കിലും അവിടുത്തെ നമ്മുടെ ഒരു കല്യാണം എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് ചിലവുകൾ മറ്റേതുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. അത് നമ്മൾ ചുമ്മാ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ചുമ്മാ വായ വരുന്നെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അടുത്ത് ഒരുപാട് കാര്യങ്ങൾ വേറെ ഉണ്ട്. അപ്പോൾ ആ രീതിയിലാണ് എൻ്റെ വിമർശനം ഉണ്ടായത്. ആ തിരിച്ച് വിമർശിച്ച് ഞാൻ ഹെൽത്തി ആയിട്ട് മാത്രമേ എടുക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മാറ്റത്തെ നന്നായിട്ട് തന്നെ കാണും. ഞാൻ ഇനിയും വീഡിയോസ് ചെയ്യും, ഇനിയും വിമർശനം ഉണ്ടാവും. മേ ബി എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്താൻ തയ്യാറാകുകയും ചെയ്യും. അല്ലാണ്ട് തെറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നീട് വന്നിട്ട് അതിനെ വീണ്ടും വീണ്ടും ന്യായീകരിച്ച് മെഴുകുക എന്നുള്ളത് എൻ്റെ രീതിയല്ല. അത് തെറ്റാണെങ്കിൽ ഞാൻ പറയുന്നു, അത് തെറ്റാണെങ്കിൽ അത് തിരുത്താൻ തയ്യാറാണ്. ഞാനത് ആ തെറ്റ് ഞാൻ അവരുടെ അടുത്ത് തുറന്ന് സംസാരിച്ചിട്ടും കാര്യങ്ങൾ അവരുമായിട്ട്, എനിക്ക് പബ്ലിക്കിന് മുമ്പ് ഒന്നും വിളമ്പേണ്ട ആവശ്യമൊന്നുമില്ല, അവരുടെ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അനന്തുവിനോട് എനിക്ക് പേഴ്സണലായിട്ട് സംസാരിച്ചതിൻ്റെ ആദ്യ ഭാഗവും രണ്ടാമത്തെ ഈ വിഷയത്തിനകത്ത് അനന്തുവിൻ്റെ ഹെൽത്തി വിമർശനമാണ്. ഞാൻ ഹെൽത്തി ആയിട്ട് തന്നെ എടുക്കുന്നു. ഓക്കെ, എനിക്ക് ഇത്രയാണ് പറയാനായിട്ടുള്ളത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഈ വിഷയത്തിൽ ഇനി വീഡിയോ ചെയ്യാൻ താല്പര്യമില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അനന്തുവിനെ ഡയറക്റ്റ് ഞാൻ കോൺടാക്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കാം. അത് അങ്ങനെ എടുത്തേക്കുക. ഓക്കെ, ബൈ.